നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചാരു, നീ ആരുടെ ധൈര്യത്തിലെ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. നിന്റെ അഹങ്കാരവും ആത്മവിശ്വാസവും ഞാൻ ഇല്ലാതാക്കി കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ് മാഡം. എനിക്കിപ്പോ വെറും മോർണിംഗാ ദിലീപ്. അത് ഗുഡ് മോർണിംഗ് ആവണമെങ്കിൽ ദിലീപ് വിചാരിക്കണം. എന്താ മാഡം? എനിക്ക് ദിലീപിന്റെ ഒരു ഫേവർ വേണം. ഷുവർ മാഡം, പറഞ്ഞാ മതി. ഓക്കെ അല്ലേ ദിലീപേ? ഓക്കെ മാഡം. മാഡം പറഞ്ഞതുപോലെ ഞാൻ ചെയ്തോ? ഞാൻ പറഞ്ഞതുപോലെയല്ല, അതിലപ്പുറം ചെയ്യണം. ഓക്കെ മാഡം. നീയും നിന്റെ ബാലമാമനും വാലുകളും അമ്പലത്തിലേക്ക് പോയപ്പോ ആന്റിയെയും അരവിന്ദനെയും അവിടേക്ക് പറഞ്ഞയച്ചത് ഞാൻ. ചാരു, നീയും ആകാശും നിന്റെ ഗോഡ് ഫാദറും ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ പറകൂത്തി ഓഫീസിലല്ലേ? ആ എന്തു പറ്റി? അത്യാവശ്യമുള്ള ജോലിയിൽ വലുതാണോ? ആ അത് കുഴപ്പമില്ല, നീ കാര്യം പറകൂത്തി. അവിടെ നിന്ന് മാറി നിൽക്കാമോ? ശരി സൗമ്യ, ഞാനിപ്പോ വരെ. ശരി. ആ പറകൂത്തി. ഞാൻ പറയുന്ന കേട്ട് അക്കുച്ചേട്ടൻ ദേഷ്യപ്പെടരുത്. ഞാനെന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നേ? എന്നോട് മാത്രമല്ല, ശ്രേയോടും വഴക്കിടരുത്. നിനക്ക് എന്തു പറ്റി കാക്കുത്തി? എന്താണേലും പറ. ഞാൻ അക്കുച്ചേട്ടൻ്റെ അടുത്തുനിന്ന് പുറത്തിറങ്ങിയപ്പോ ശ്രേയെ കണ്ടിരുന്നു. എന്നിട്ട് അവളെന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. എന്തു പറഞ്ഞു അവള്? പറ. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ദേഷ്യപ്പെടരുതെന്ന്. കാര്യം അറിയാതെ തന്നെ ഇങ്ങനെ ദേഷ്യം വന്നാൽ എങ്ങനെ ശരിയാവും? ഓക്കെ, ദേഷ്യപ്പെടുന്നില്ല. ശ്രേയ എന്താ പറഞ്ഞെന്ന് പറ. ആകാശ് സാർ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. കുറെ നേരമായി ബിസി. ശ്രേയ വെൽ പ്ലാൻഡ് ആയിട്ടെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ബാലമാമനും അക്കുച്ചേട്ടനും ഞാനും ഒക്കെ എന്ത് ചെയ്യണം തീരുമാനിക്കുന്നത് അവളായിരിക്കുന്ന പറഞ്ഞ. അവളെങ്ങനെ പറഞ്ഞു വെച്ച് അത് നടക്കാൻ പോവാണോ? അവളെന്താ കാവിലെ ഭൗതിയാണോ തീരുമാനിച്ചൊക്കെ നടക്കാൻ? അവള് ഭഗവതിയൊന്നുമല്ല, പക്ക ക്രിമിനലാ. പറഞ്ഞത് കേട്ടിട്ട് എന്തോ വലിയ പ്ലാനിങ് ഉള്ളതുപോലെ എനിക്ക് തോന്നിയത്. നമ്മൾ സൂക്ഷിക്കണം അക്കുച്ചേട്ടാ. നീ അപ്സെറ്റ് ആവണ്ട. ശ്രേയക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെ അപ്സെറ്റ് ആവാതിരിക്കും? അവൾ എന്നോട് സംസാരിച്ചപ്പോ മുതല് മനസ്സിൽ ആദ്യ കൂടി. കക്കുതി, നീയാണോ ഇതൊക്കെ പറയുന്നത്? അവളൊന്നും ചെയ്യാൻ പോകുന്നില്ല. നിന്നെ ടെൻഷനാക്കാനായിട്ട് ഓരോന്ന് പറയുന്നത്. നീ അതൊന്നും കാര്യമാക്കണ്ട.
കല്യാണം നടക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ? ഓക്കെ. നീ ടെൻഷൻ ആവാതെ. പിന്നെ വിളിക്കാം. ആരായിരുന്നു ആകാശ ഫോണില്? ചാരുവായിരുന്നു. ആ അതെ. ആകാശേ, ഭാര്യ എന്നാ തലവേദന എന്ന് കൂടെ അർത്ഥമുണ്ട്. ആകാശം അറിയോ? ഞാൻ ചോദിച്ചോ? ഇല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആകാശ് സാറേ, ഞാൻ എത്ര നേരമായി വിളിക്കുന്നു? താനെന്നെ വിളിച്ചോ? എപ്പോ? ഫോൺ എടുത്ത് നോക്ക്. സൊള്ളിക്കൊണ്ടിരുന്ന എങ്ങനെ അറിയാനാ? ബിസി ടോൺ കേട്ടാ മനസ്സിലാക്കിക്കൂടെ? സോറി, ഒരു ഇമ്പോർട്ടന്റ് കോളായിരുന്നു. ഓഫീസ് ടൈമിലാണ് ഇമ്പോർട്ടന്റ് കോള്. സാർ ഇവിടെ ജോലി ചെയ്യാനല്ലേ വരുന്നത്? ഡോ ദിലീപേ, മൈൻഡ് യുവർ വേർഡ്സ്. അതുതന്നെയാ സാറേ എനിക്കും പറയാനുള്ളത്. ഞാൻ എന്റെ ഭാര്യയോടാ സംസാരിച്ചോണ്ടിരുന്നേ, അല്ലാതെ കണ്ടവരോടല്ല. ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ആകാശേ, ഒരു പ്രശ്നം വേണ്ട. വിട്ടുകള ആകാശേ. ഞാനല്ലല്ലോ രാജേന്ദ്രേട്ടാ പ്രശ്നം ഉണ്ടാക്കിയത്. ഒറ്റ ഓഫീസിലിരുന്ന് വഴക്ക് വേണ്ട സാറേ. വീട്ടിലും മിണ്ടായിരിക്കും. ഞാനിവിടെ എന്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇയാളല്ലേ വന്ന് ചൊറിഞ്ഞത്? ഞാൻ ചൊറിഞ്ഞൊന്നുമില്ല സാറേ. ഒരു അത്യാവശ്യ വർക്കിന്റെ കാര്യം പറയാൻ വിളിച്ചതാ ഫോണിൽ. അപ്പോ ബിസി ആയിരുന്നു. എന്നാ കോള് കട്ടാക്കി കഴിഞ്ഞ് തിരിച്ചു വിളിച്ചുകൂടെ? അത് ചെയ്തില്ലല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? മുന്നിൽ വന്ന് പഞ്ചപുച്ചടക്കി നിൽക്കണം? എടോ ദിലീപേ, മാഡത്തിന്റെ പി ആണെന്ന് വിചാരിച്ച് തോന്നിയത് പോലെ സംസാരിച്ചോണ്ടല്ലോ ഞാൻ ചുമ്മാ കേട്ടോണ്ട് നിൽക്കില്ല. ഫയൽസും കണക്കും നോക്കാൻ മാത്രമല്ലോ, തോരണക്കുറ്റിയൊക്കെ ഒന്ന് തരാനും പറ്റും. ആകാശേ, മനസ്സിലായി സാറേ. സാർ എന്തധികാരത്തിലാ സ്റ്റാഫിനോടൊക്കെ ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലായി സാറേ. തനിക്ക് എന്ത് മനസ്സിലായിന്നാ? ചീഫ് എഞ്ചിനീയർ മാഡം സാറിന്റെ ചേട്ടത്തിയാകാൻ പോകുന്നതിന്റെ അഹങ്കാരം അത് എന്നോട് വേണ്ട സാറേ. സാറിനോട് വർക്കിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ സാറിന്റെ മുന്നിൽ വന്ന് താണു വീണ് അപേക്ഷിച്ച് മടിയെ കിടത്തി താരാട്ട് പാടുന്ന പോലെ പറയണോ? ദിലീപ് ആള് കൊള്ളാലോ, തകർത്തടിക്കുന്നുണ്ട്. ഡോ ദിലീപേ, താൻ മര്യാദക്ക് സംസാരിച്ചോ? ഇല്ലെങ്കിൽ ആകാശം, എടോ തന്നോട് ഞാൻ പറഞ്ഞോ ചീഫ് എഞ്ചിനീയറിന്റെ ചേട്ടനെ കല്യാണം കഴിക്കാൻ പോകുന്നത്? ഒന്നും തന്നാണ്ടല്ലോ. ആകാശം, വേണ്ട. സാറേ, ഭീഷണിയൊന്നും വേണ്ട. സാറിന്റെ ചേട്ടത്തിയാവാൻ പോകുന്നത് വീട്ടിൽ വെച്ചാൽ മതി, അത് ഓഫീസിൽ വേണ്ട. ഇനി ഒരു പ്രാവശ്യം കൂടി ചേട്ടത്തി എന്നൊരു വാക്കും മിണ്ടിയാ കൈ വെച്ചിരിക്കുന്നത് ഞാൻ. ആകാശം, വേണ്ട. ഞാൻ പറഞ്ഞത് സത്യമല്ലേ സാറേ? സ്റ്റോപ്പ് ഇറ്റ്. എന്താ ഇവിടെ ഒരു ബഹളം? ഇത് PWD ഓഫീസോ അതോ ഫിഷ് മാർക്കറ്റോ? തോന്നിയത് വിളിച്ചു കൂവാൻ. സോറി മാഡം, ആകാശ് സാറിന്റെ ബിഹേവിയർ ശരിയില്ല മാഡം, അതുകൊണ്ടാ. എന്ത് ശരിയല്ലെന്ന് പറയണോ? മിസ്റ്റർ ആകാശ്, പ്ലീസ് ബി സൈലന്റ്.